ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് മഞ്ജുഷയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ള ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ എല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലോട്ട് ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിക്കണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ച് വേവിനും വ്യത്യാസം വരാം. അപ്പോൾ അതിനനുസരിച്ച് വിസിലടിച്ച് കൊടുക്കണം. ഇനി ഈ ചിക്കനിലെ വെള്ളം വറ്റണ വരെ ഒന്ന് ഇത് ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഞാനൊരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ക്രഷ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ നിന്ന് നല്ല ഇങ്ങനെ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് 20 ചെറുള്ളി നല്ല നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുള്ളി ഇല്ലാത്തവർ ഒരു സബോള ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാനിതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. എന്നിട്ട് ഇതിന് നല്ലൊരു മൂത്ത മണക്ക വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുകയാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടും കറിക്കൊക്കെ. ഇനി ഇത് നല്ലൊരു മൂത്ത സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ നാളികേരമൊക്കെ നല്ലൊരു മൂത്ത മണം ആവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് മിക്സറിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആഡ് ചെയ്താലും മതി. എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫൈനലായിട്ട് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിൽ അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ എല്ലാവരും ഈ ചാനലൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.